ഏറ്റവും കൂടുതൽ സന്തോഷം നിനക്കായിരിക്കുമെന്ന് എനിക്കറിയാം. ഇക്കാര്യം ഞങ്ങൾ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ഈ ഫംഗ്ഷനിൽ വെച്ച് ഞാൻ തന്നെ എല്ലാരോടും പറയും. അപ്പൊ നീ സംശയിച്ചത് സത്യം തന്നെയാ. പൗർണമിയെ തന്നെയാ DK വിവാഹം കഴിക്കാൻ പോകുന്നത്. പിന്നെന്തിനാ സിത്താരെ വിളിച്ചു വരുത്തിയത്? അതും നമ്മൾ അറിയാതെ രഹസ്യമായിട്ട്. DK കെട്ടാൻ വന്ന സിത്താരെ തന്നെയാ. ആരായാലും കുഴപ്പമില്ല, ആ അഹങ്കാരിയല്ലല്ലോ, അത് മതി. അവളുടെയും കുടുംബത്തിന്റെയും കാര്യം നമ്മൾ നോക്കണം പോലും. എങ്ങനെയെങ്കിലും അവളെയും വീട്ടുകാരെയും ഇവിടുന്ന് ഇറക്കി വിട്ടാ മതിയായിരുന്നു. അവരുടെ കൂടെ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നതിനേക്കാളും വലിയ നാണക്കേട് വേറെ ഇല്ല. നാണം കെടുത്തി ഇറക്കി വിടുന്ന എല്ലാത്തിനും. അല്പം കൂടെ കാത്തിരിക്കെ. എന്തായാലും DK കല്യാണം കഴിക്കാൻ പോകുന്നത് അവളെ അല്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. അവളെയും കുടുംബത്തെയും ഇവിടുന്ന് നാണം കെടുത്തി വിടാൻ ഒരു ഉഗ്രൻ പ്ലാനുണ്ട്. എല്ലാവർക്കും മുമ്പിൽ സ്വയം നാണം കെട്ട് അവളിവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കാണിച്ചു തരാം. ഒരുപക്ഷെ DKയുടെ മനസ്സിലും അത് തന്നെയാവും. DKയുടെ സ്വഭാവം നിങ്ങൾക്കറിയില്ലേ? ആനപ്പകയുള്ള മനസ്സാ DKയുടേത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രം DK അവളെ പാർട്ടിക്ക് വിളിക്കോ? വിളിക്കും. അതാ DKയുടെ തന്ത്രം. അപ്പൊ പിന്നെ അത് നമുക്ക് തന്നെ തുടങ്ങി വെക്കാം. അവളും കുടുംബവും നാണം കെട്ട് ഇറങ്ങി ഓടും. നോക്കിക്കോ. സൂപ്പർ ആയിച്ചി. എന്തൊരു ടേസ്റ്റ് എന്നറിയോ? ഇത് കണ്ടെത്തുന്ന നീ ഇതുവരെ ജിലേബി കഴിച്ചിട്ടേ ഇല്ല. അയ്യോ, നമുക്ക് വേണ്ടായേ. ഈ ഹിറ്റ്ലറിന്റെ ജിലേബി കഴിച്ചാലേ എനിക്ക് കഴിക്കും. അതെ, ഞാനത് അമ്മയ്ക്കുണ്ടേ കൊടുത്തിട്ട് വരാം. ഇപ്പൊ വരാം. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഹായ്. ഓർമ്മയുണ്ടോ എന്നെ? പിന്നില്ലാതെ. അന്നാ കത്ത് താഴെ വീണതുകൊണ്ടല്ലേ ഇവിടുത്തെ ഹിറ്റ്ലർ എന്റെ പിന്നാലെ വന്നത്. സത്യത്തില് ആ ലെറ്റർ ഒന്ന് മാറിപ്പോയത് ഇപ്പൊ നന്നായില്ലേ? നന്നായിന്നോ? കൊള്ളാം. ആ കത്തിനു വേണ്ടി ഹിറ്റ്ലർ എന്റെ പിന്നാലെ വണ്ടി ഓടിച്ചു വന്നില്ലേ? അയാൾ അന്ന് എന്നെ വണ്ടി ഇടിച്ച് കൊല്ലാതിരുന്നത് എന്റെ ഭാഗ്യം. DK ഒരു കാര്യം തീരുമാനിച്ചാ അത് നടത്തിയിരിക്കും. ഓ, എല്ലാം ഒന്നും അങ്ങനെ നടക്കണമെന്നൊന്നുമില്ല. ആര് പറഞ്ഞു? ജീവിതത്തില് ഇനി ഒരു വിവാഹം കഴിക്കില്ലെന്ന് തീരുമാനിച്ച DK ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലേ? നീ ഹാപ്പിയല്ലേ? പിന്നെ സത്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ, ചോദിക്കേ. അല്ല, എനിക്കിതിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങളുടെ ഭാവി എന്താവും ആലോചിച്ചപ്പോ എനിക്കൊരു ടെൻഷൻ. അതുകൊണ്ടാ. അല്ല, ഞാൻ അതുകൊണ്ട് മാത്രം ചോദിക്കുക. നിങ്ങൾക്ക് എങ്ങനെയാ ഹിറ്റ്ലറിനെ ഇത്രക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്നത്? ഞങ്ങൾ തമ്മില് നല്ല സുഹൃത്തുക്കളായതുകൊണ്ട്. ഓ, എന്നാലും പുറമേ കാണുന്ന പോലെയല്ല DK ഒരു പാവമാ. പാവോ? ഹിറ്റ്ലറോ? കൊള്ളാം. അയാൾ എപ്പോഴെങ്കിലും ഒന്ന് ചിരിക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എപ്പ നോക്കിയാലും ഈ ലോകത്തോട് മുഴുവൻ പിണങ്ങിയതുപോലെ മുഖവും വീർപ്പിച്ച് പട്ടാള ചിട്ടയിൽ എല്ലാവരോടും പെരുമാറി ഒരുമാതിരി മനുഷ്യത്വമില്ലാത്തൊരു ജന്മം. ഹലോ, എത്രയും പെട്ടെന്ന് ഈ കല്യാണത്തിന് പിന്മാറുന്നതാ പൗർണമി നിനക്ക് നല്ലത്. ബുദ്ധിയുള്ള ഒരു പെണ്ണും അയാളെ കല്യാണം കഴിക്കത്തില്ല. ഭ്രാന്ത് പിടിച്ച് ചത്തുപോകത്തില്ലയോ? തനി കാട്ടുമാക്കാൻ.
നീ എന്താടി കാണിച്ചത്? സോറി. എന്ത് സോറി? DK ഇവള് ചെയ്തത് കണ്ടില്ലേ? ഇവിടെ വന്ന് നിൽക്കണോ? ഞാൻ എവിടെയൊക്കെ നോക്കി. കേക്ക് മുറിക്കാൻ സമയമായി. താരേ, വിളിക്കുന്നു. ആ DKയുടെ ദേഹത്ത് വീഴാഞ്ഞത് കാര്യായി. അങ്ങനെ വലിച്ചു കയറി ഒട്ടിച്ചാന്. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ അമ്മേ. താങ്ക് യു. വേണ്ട മായച്ചി, ഇത്തവണ ഞങ്ങള് കൈകാര്യം ചെയ്തോളാം ഇവളെ. അവളുടെ ഒരു ഡ്രസ്സും കിന്നരി. നിനക്ക് എവിടുന്ന് കിട്ടിയടി ഈ ഡ്രസ്സൊക്കെ? ആരുടെയെങ്കിലും അടുത്ത് പോയി എരന്ന് വാങ്ങിയതാണോ? അതോ ഏതെങ്കിലും കടയിൽ ചെന്ന് ആരെ കാണാതെ മോഷ്ടിച്ചതോ? ചിലപ്പോ ആരെങ്കിലും തുണി അലക്കിയിട്ട സ്ഥലത്ത് പോയി അടിച്ചു മാറ്റിയതായിരിക്കും. ഈ ബാലയിലൊക്കെ ബാല്യക്കാരികള് തമ്പുരാട്ടിമാരുടെ ഡ്രസ്സൊക്കെ ഇട്ട് ബഫറിനെ പോലെ വരുന്ന കണ്ടിട്ടില്ലേ മായച്ചി? അതുപോലെ ഉണ്ട്. നീ ആരാ നടി നിന്റെ വിചാരം? ആലിസ് ഇൻ വണ്ടർലാൻഡോ? അതെ, ഞാൻ ആലിസ് ഇൻ വണ്ടർലാൻഡ് തന്നെയാ. അല്ലാതെ നിങ്ങളെ പോലെ നിലാവത്ത് അഴിച്ചുവിട്ട കോഴികളല്ല. മനസ്സിലായോടി? എന്താ ഡീന്നോ? മായച്ചി ഇവിടെ വിളിച്ച കേട്ടില്ലേ? ദേ, ആവശ്യമില്ലാതെ എന്റെ നേരെ പ്രശ്നത്തിന് വന്ന ഇതല്ല ഇതിനപ്പുറം ഞാൻ വിളിക്കും. നിനക്കൊക്കെ എന്തു ആവാം. ഈ മുരിങ്ങാക്കോല് പോലെ ഇരിക്കുന്ന നിനക്ക് ഇതുപോലെ കോലം കെട്ട ഏത് വേഷവും കെട്ടാം. തടി ചുരുണ്ട് മത്തങ്ങ പോലെ ഇരുന്നിട്ടും ഇതുപോലത്തെ ഡ്രസ് അണിയാൻ നിനക്കൊക്കെ അതിനൊന്നും ഒരു കുഴപ്പമില്ല. പാവങ്ങളൊരു നല്ല ഡ്രസ് ഇട്ട് വന്ന അസൂയ. നിന്റെ ഒന്നും അസൂയക്കുള്ള മരുന്നേ ഈ ലോകാവസാനം വരെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല. നിർത്തടി നിന്റെ നാവാട്ടം. ഇത് ഞങ്ങളുടെ വീടാ. ഇവിടെ വലിഞ്ഞു കയറി വന്നിട്ട് ഞങ്ങളെ അപമാനിക്കുന്നോ? വലിഞ്ഞേറി വന്നോ? ആര്? ഞങ്ങളോ? നാണം കിട്ട് നീയൊക്കെ തന്നെയല്ലേടി എന്റെ വീട്ടിൽ വന്ന് ഇവിടേക്ക് ക്ഷണിച്ചത്? അതെ, DK പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വന്ന് ക്ഷണിച്ചെന്നേ ഉള്ളൂ. ആരെങ്കിലും വന്ന് വിളിച്ചൊന്ന് കരുതി അന്തസ്സുള്ള ആരും ഇങ്ങനെ കുടുംബത്തോടെ വരില്ല. നാണം കെട്ട വർഗങ്ങള്. അവളുടെ ഒരു വേഷം കെട്ടല്. എന്ത് പൂവാടി ഇത്? നിനക്ക് ശരിക്കും വേണ്ടതേ ചെമ്പരത്തി പൂവാ. ചെവിയിൽ വയ്ക്കാൻ. പൂക്കളൊക്കെ ഫിറ്റ് ചെയ്ത് വരാൻ നീ ആരാടി? മുനികുമാരിയോ?
എന്താ പ്രശ്നം? അത്യാവശ്യം കാശ് സൗകര്യമുള്ള വീട്ടുകാരോട് പെരുമാറേണ്ടത് എങ്ങനെയാന്ന് മോക്കൊരു ക്ലാസ് എടുത്തു കൊടുക്കായിരുന്നു. അയ്യോ അയ്യോ തരച്ചി എന്ത് പറ്റി? എന്താടി കാണിച്ചേ? നീ ചെയ്തതിന് അടിച്ചു നിന്റെ കാരണം പൊട്ടിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ കാരണം ഇന്നത്തെ ഈ ഫംഗ്ഷൻ കൂടി അലങ്കോലപ്പെടരുതെന്ന് കരുതിയിട്ടാ. ഓഹോ, എന്നാ പിന്നെ അടിക്കടി കാണിട്ട് നിന്റെ ധൈര്യം. ചിത്രേ വേണ്ട. ഇന്നത്തെ ഫംഗ്ഷന്റെ പ്രത്യേകത അറിയാലോ. എന്തായാലും വന്ന സ്ഥിതിക്ക് ഇവര് ഭക്ഷണം കഴിച്ചിട്ട് പൊയ്ക്കോട്ടെ. അങ്ങനെ വലിഞ്ഞു കയറി വന്നവരൊന്നും അല്ല ഞങ്ങള്. അശാരദേ, നിന്റെ ആഗ്രഹം തീർന്നല്ലോ. മോളെ. അയ്യോ, അത് തന്നെയാ നല്ലത്. വേഗം സ്ഥലം വിടാൻ നോക്ക്. ഇത് നിങ്ങൾ 3 പേരും കൂടി പ്ലാൻ ചെയ്ത പദ്ധതിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ അപമാനത്തിന് പകരം വീട്ടിയില്ലെങ്കിൽ എന്റെ പേര് ജ്യോതി എന്നല്ല. അർഹതയില്ലാത്തടുത്ത് വലിഞ്ഞു കയറി വരുന്നവർക്കുള്ള സ്വീകരണം ഇങ്ങനെ തന്നെയാ. മോളെ, അപമാനം സഹിച്ച് നീ ഇവിടെ നിൽക്കണോ? വാ. നിക്കച്ചാ, നിങ്ങൾ എന്താ വിചാരിച്ചത്? വലിയ പണക്കാരാണെന്ന് കരുതി അത് മാത്രമാണ് അന്തസ്സെന്ന്? പണത്തിന്റെ ഹുങ്കിൽ ആരെയും എന്തും പറയാന്നോ? ഇതൊക്കെ ദൈവം എന്നൊരാൾ കാണുന്നുണ്ട്. അപമാനിച്ചു വിടുന്നവരുടെ കാലു പിടിക്കേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിച്ചോ? എന്നുവെച്ചാ ഞങ്ങള് നിന്റെ കാല് പിടിക്കുന്നോ? അത് ഈ ജന്മത്ത് സംഭവിക്കില്ല. അതെ, ഈശ്വരനെ തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ അമ്മായി അച്ഛൻ DK വിവാഹം കഴിക്കാൻ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, പൗർണമി. എന്നോട് പറഞ്ഞതുപോലെ ഒരു വാക്ക് അവളോട് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? മുട്ടു വിറയ്ക്കും 3 എണ്ണത്തിനും. അന്ന് നിന്നെയൊക്കെ ഇവിടെ നടിച്ചിറക്കി ഈ വീട് ശുദ്ധികലശം നടത്തും DK. അങ്ങനെ വരാതിരിക്കാൻ പോയി ആ പൗർണമിയുടെ കാല് പിടിച്ച് വാലാട്ടി നിൽക്കും കേട്ടാ. തൊട്ടുപോരു തന്നെ. വിട് ജ്യോതി, വിട്, വിടാൻ. ഈ വീട്ടിൽ കയറി നിന്നെ ഞാൻ തല്ലിയ അതിന്റെ നാണക്കേടെ പിന്നെ ഈ ജന്മം നിനക്ക് മാറില്ല. വാ മമ്മി, പോവാം. ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സന്തോഷത്തിന്റെ ദിവസമാണ്. അമരാവതിയിലെ അമ്മയുടെ ഈ പിറന്നാൾ ദിവസത്തിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് കൂടിയുണ്ട്. DKയുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന പുതിയ വധുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങൾ എല്ലാവരെയും ഇങ്ങോട്ട് ക്ഷണിച്ചത്. ആ ഭാഗ്യവതി ആരാണെന്ന് ഞാൻ പറയാൻ പോവുകയാണ്.
അപ്പൊ അത് ഇവളല്ലേ? ഡി കെയുടെ വധു ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് നിങ്ങൾ എല്ലാവരും എന്ന് എനിക്കറിയാം. ഇനി എന്തിനാ നിൽക്കുന്നത്? വാ പോവാ. അതൊന്ന് കേട്ടിട്ട് പോ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? ലൈറ്റ്സ് ഓഫ്. Lights on. എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത്? ഇതാണ് നമ്മൾ തമ്മിലുള്ള ഡീൽ. എനിക്ക് നീ തന്ന വാക്ക് പാലിക്കേണ്ടത് ഇവിടെയാണ്. ഇങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾ എന്നെ സഹായിച്ച പകരം നിങ്ങൾ പറയുന്ന എന്തും ഞാൻ അനുസരിക്കും. ജീവിതകാലം മുഴുവൻ എന്റെ ഭാര്യയായി ഇനി നീ ഈ അമരാവതിയിൽ ഉണ്ടാവണം. നീ ഈ അമരാവതിയിൽ ഉണ്ടാവണം. ഈ അമരാവതിയിൽ ഉണ്ടാവണം. നിനക്ക് തന്ന വാക്ക് ഞാൻ തെറ്റിക്കില്ല. ഞാനും. അമ്മ ആഗ്രഹിച്ചതുപോലെ ഇവൾ തന്നെയാ ഇനി അമ്മയുടെ മരുമകൾ. അമരാവതിയിലെ പുതിയ മരുമകൾ ഇനി ജ്യോതിയായിരിക്കും. ഈ വീടിന്റെ മരുമകളാകാനും ഇവിടുത്തെ മരുമക്കൾക്ക് അമ്മായിയമ്മയാകാനും കഴിവുള്ള പെൺകുട്ടിയാണ് ജ്യോതി. ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കും. ഈ വിവാഹത്തിന് എനിക്ക് നിങ്ങളുടെയും അനുഗ്രഹം വേണം.
സമ്മതമാണ്, സമ്മതമാണ്. ഞങ്ങൾക്ക് 100 വട്ടം സമ്മതമാണ്, അല്ലേ? എന്താ മായിച്ചെ കാണുന്നത്? ഡിക്ക് നമ്മളെ ഭംഗിയായിട്ട് പറ്റിച്ചു. എന്റെ മരുമക്കളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ജ്യോതിയെ കണ്ടെത്തിയത് നിങ്ങളാ. ഈ ഫംഗ്ഷനിൽ വെച്ച് നിങ്ങളുടെ അമ്മായിയമ്മയെ അണിയിക്കാൻ കുറച്ച് സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. നിങ്ങളതിപ്പോ ജ്യോതി അണിയിച്ചു കൊടുക്കണം. എന്താ 3 പേരും മിണ്ടാതെ നിൽക്കുന്നത്? സന്തോഷായില്ലേ? പൗർണമി, അതിങ്ങെടുത്തു കൊടുക്കും. ഇതിലും നല്ലത് നമ്മൾ ആത്മഹത്യ ചെയ്യുന്നത്. നമ്മളെ തേഞ്ഞ് തീരാറായല്ലോ മായച്ചി. അപമാനിച്ചു വിടുന്നവരുടെ കാലു പിടിക്കേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിച്ചോ.